മാസപ്പടി കേസിൽ വീണ വിജയന് നോട്ടീസ് നൽകുന്നതിൽ നിയമോപദേശം തേടി ഇഡി. എക്സാലോജിക്കിനും CMRLനും നോട്ടീസ് നൽകുന്നതിലും നിയമോപദേശം തേടും. എക്സാലോജിക്കിന് പണം നൽകിയ എല്ലാ കമ്പനികൾക്കും നോട്ടീസ് നൽകും. ശേഖരിച്ച തെളിവുകളും രേഖകളും നിർണായകമാണ്. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എപ്പോഴാണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി സംശയമുള്ളത്. വീണ വിജയന്റെ വാതിൽപ്പടിയിലേക്ക് എപ്പോഴാണ് ഇഡി എത്തുക, എപ്പോഴാണ് ചോദ്യമുനയിലേക്ക് വീണ എത്തുക എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ആ കാര്യത്തിൽ ഏറെക്കുറെ ഒരു വ്യക്തത വരുന്നു. നടപടികൾ ദ്രുതഗതിയിലാക്കുന്നു ഇഡി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉമേഷ്, അന്വേഷണത്തിലേക്ക്, അതായത് പ്രഥമ റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷണത്തിലേക്ക് കടന്ന ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ചോദ്യം ചെയ്യൽ, അത് എപ്പോഴാണ്, നിർണായകമായ ചോദ്യം ചെയ്യലും തുടർ നടപടികളും എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് തന്നെയാണ് ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ശക്തമായ നടപടികൾ തന്നെയായിരിക്കും ഈ ആഴ്ച ആരംഭിക്കുക. എന്നാൽ അതിനു മുമ്പായി അന്വേഷണ സംഘം പ്രധാനമായും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വീണ വിജയൻ SFI അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയും SFI അന്വേഷണം തടയുന്നതിന് വേണ്ടിയും നിയമ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമവിദഗ്ധരുടെ ഉപദേശങ്ങൾ കൂടി തേടിയ ശേഷമാണ് ഈ ഓരോ ആളുകൾക്കും നോട്ടീസ് നൽകുക. പ്രധാനമായും അന്വേഷണ സംഘം നോട്ടീസ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, മറ്റൊന്ന് വീണ വിജയന്റെ കമ്പനിയായ എക്സലോജിക്ക്, ഒപ്പം തന്നെ CMRL വീണ വിജയന് പണം നൽകിയ 1,72,00,000 രൂപ വിവിധ സേവനങ്ങളുടെ പേരിൽ കൈമാറുകയും എല്ലാം ചെയ്തിട്ടുള്ള വായ്പകൾ അനുവദിക്കുന്നതിന് അനുബന്ധ സ്ഥാപനം വഴി വായ്പ അനുവദിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള CMRLന്റെ പ്രതിനിധികളെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ശേഖരിച്ച പ്രധാനപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളത്. 2021 ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘം മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്നു. മാത്രമല്ല ഇൻകം ടാക്സിന്റെ കൈവശമുള്ള രേഖകൾ പലതും അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ലഭിക്കുകയും ചെയ്തിരുന്നു. ഒപ്പമാണ് ഇപ്പോൾ SFI അന്വേഷണത്തിന്റെ കൂടി ചുവട് പിടിച്ചും ആ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കേസിൽ മുന്നോട്ടുള്ള നീക്കങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിൽ നിയമപ്രശ്നങ്ങളിലേക്ക് മാറാതിരിക്കാൻ, നിയമക്കുരുക്കുകളിലേക്ക് മാറാതിരിക്കാൻ പൂർണ്ണമായും തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധരായ നിയമവിദഗ്ധരുടെ വലിയൊരു പാനലിനോട് തന്നെ ഇക്കാര്യങ്ങളിൽ നിയമോപദേശം തേടിയായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് ED വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ തന്നെ SFI അന്വേഷണം തടസ്സപ്പെടുത്താൻ ഏത് തരത്തിലായിരുന്നോ ശ്രമിച്ചിരുന്നത്, സമാനമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി തടസ്സപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു സാധ്യതകളെ ഇല്ലാതാക്കാനും എല്ലാ തരത്തിലും നിയമപരമായി തടസ്സങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത വിധം തെളിവുകൾ മുൻനിർത്തിയും ഒപ്പം തന്നെ മൊഴികൾ അടിസ്ഥാനമാക്കിയും തന്നെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് EDയെ സംബന്ധിച്ചോളം പ്രധാനമായും ഉള്ളത്. മാത്രമല്ല ഈ എക്സലോജിക്കിന് വന്നിരിക്കുന്ന പണത്തെ സംബന്ധിച്ച്, കള്ളപ്പണത്തിന്റെ വിവരങ്ങൾ സംബന്ധിച്ച് പ്രധാനമായും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. CMRL നൽകിയ പണത്തിൽ കള്ളപ്പണമുണ്ടോ, കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, മറ്റ് 12 കമ്പനികൾ നൽകിയ പണമിടപാടുകളിൽ അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപാടുകളായിരുന്നോ, വിദേശത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ, വിദേശ കമ്പനികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. പ്രത്യേകിച്ച് 12 കമ്പനികളുണ്ട്. ഈ 12 കമ്പനികളും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ തിരികെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും സേവനങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലല്ല വീണ വിജയന്റെ എക്സലോജിക്കിന് പല ഘട്ടങ്ങളിലായി പണം കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ 12 കമ്പനികളും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. വിദേശത്ത് നിന്ന് FEMA നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പണം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും പ്രധാനമായും അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ സമഗ്രമായി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്തയാഴ്ച ചോദ്യം ചെയ്യേണ്ട വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ SFI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചവരുടെയും രേഖകൾ ഹാജരാക്കിയവരും എല്ലാം തന്നെ അന്വേഷണ പരിധിയിലേക്ക് എത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുള്ളത്. എന്തായാലും വീണ വിജയനെ ഇനി എപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, ഇപ്പോൾ നോട്ടീസ് നൽകുമെന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വേണ്ടത്. നടപടികൾ ദ്രുതഗതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിയമോപദേശം തേടിയിരിക്കുകയാണ് ED. വിവരങ്ങൾ പങ്കുവച്ചത് ജിജീഷ്.